നമസ്കാരം. 2025 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫെബ്രുവരി മാസത്തിലെ തന്നെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ട് നമ്മൾ 3 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയുടെ കാര്യത്തിൽ ടാറ്റയും MGയും തമ്മിലാണ് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇത്തവണ ടാറ്റയെ മറികടന്ന് MGക്ക് 1ാം സ്ഥാനത്തെത്താൻ സാധിച്ചോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ ടോട്ടൽ സെയിൽസ് നോക്കാം. 8959 കാറുകളാണ് ഇന്ത്യയിൽ മൊത്തമായി ഫെബ്രുവരി മാസത്തിൽ വിൽപ്പന നടന്നത്. മാസമാസ വിൽപ്പനയിൽ, അതായത് ജനുവരി മാസത്തിലെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 23% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ ഇതേ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 19% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. വോൾവോ ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജനുവരിയിൽ 27 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വോൾവോന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 21 കാറുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 22% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കിയ ആണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജനുവരിയിൽ 47 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 19 കാറുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 59% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന സിട്രോൺ 2 പടി താഴേക്കിറങ്ങി ഫെബ്രുവരി മാസത്തെ വിൽപ്പനയിൽ 8ാം സ്ഥാനത്താണുള്ളത്. ജനുവരിയിൽ 269 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോണിന് പക്ഷേ ഫെബ്രുവരിയിൽ വെറും 59 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസമാസ വിൽപ്പനയിൽ 78% വളരെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. മെർസിഡീസ് ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 8ാം സ്ഥാനത്തായിരുന്നു. ജനുവരിയിൽ 95 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മെർസിഡീസിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 67 കാറുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 29% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BMW ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 7ാം സ്ഥാനത്തായിരുന്നു. ജനുവരിയിൽ 181 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BMWന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 219 കാറുകളാണ്. മാസമാസ വിൽപ്പനയിൽ 20% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2.4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BYD ആണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ജനുവരിയിൽ 312 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BYDക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 254 കാറുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 18% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2.8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന മഹീന്ദ്ര ഇത്തവണ ഒരു പടി താഴേക്ക് ഇറങ്ങി 4ാം സ്ഥാനത്താണുള്ളത്. ജനുവരിയിൽ 686 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് പക്ഷേ ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 424 കാറുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 38% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. അതേപോലെ കഴിഞ്ഞ തവണ ഞാൻ മഹീന്ദ്രയുടെ റിപ്പോർട്ട് പറയുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് BE6ഉം XEV9യും ഡെലിവറി തുടങ്ങി എന്ന് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കുക. സത്യത്തിൽ ഈ 2 കാറുകളുടെയും ബുക്കിംഗ് മാത്രമാണ് തുടങ്ങിയത്. ഒരുപക്ഷെ ഈ കാറുകൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ടായിരിക്കും ഇത്തവണ മഹീന്ദ്രയുടെ സെയിൽസ് കുറയാനുള്ള കാരണം. കഴിഞ്ഞ തവണ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹ്യുണ്ടായി ഒരു പടി മുകളിലേക്ക് കയറി ഫെബ്രുവരി മാസത്തെ വിൽപ്പനയിൽ 3ാം സ്ഥാനത്താണുള്ളത്. ജനുവരിയിൽ 321 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹ്യുണ്ടായിക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 738 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 129% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഹ്യുണ്ടായിക്ക് സാധിച്ചിട്ടുണ്ട്. 8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഹ്യുണ്ടായുടെ ക്രെറ്റ ഇലക്ട്രിക് അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇത്തവണ അവർക്ക് സെയിൽസ് കൂടിയത്. ഈ ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയിൽ വളരെ മുന്നിലാണ് ടാറ്റയും MGയും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഇവർ തമ്മിലുള്ള വിൽപ്പനയുടെ എണ്ണത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് മാസം വേണമെങ്കിലും MGക്ക് 1ാം സ്ഥാനത്ത് എത്താൻ സാധിക്കും. പക്ഷെ ടാറ്റ വിട്ടുകൊടുക്കണ്ടേ? MG മോട്ടോഴ്സ് ഫെബ്രുവരി മാസത്തെ വിൽപ്പനയിൽ 2ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ജനുവരിയിൽ 4225 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച MGക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3270 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 22% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 36% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ടാറ്റ മോട്ടോഴ്സ് തന്നെ നമ്പർ 1. ജനുവരിയിൽ 5037 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3823 കാറുകൾ മാത്രമാണ്. മാസമാസ വിൽപ്പനയിൽ 24% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഈ MGയുടെയും ടാറ്റയുടെയും കൂടെ മത്സരിക്കാൻ നിലവിൽ വരാൻ സാധ്യതയുള്ളത് മഹീന്ദ്രയ്ക്ക് മാത്രമാണ്. കാരണം അവരുടെ BE6ഉം അതുപോലെ തന്നെ XEV9യും രജിസ്റ്റർ ചെയ്യുന്നതോടെ അവരുടെ വിൽപ്പന നല്ല രീതിയിൽ കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഒരു ത്രികോണ മത്സരം കാണാനായി നമുക്ക് കാത്തിരിക്കാം.